എല്ലാവർക്കും നമസ്കാരം. ടുഡേ ബാങ്കിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു കാർഷിക വായ്പ എപ്പോഴാണ് എൻ പി ആവുന്നത്, അത് എസ് എം എയിലൂടെ കടന്ന് എൻ പി ആവുന്നത്, എങ്ങനെയാണ് അത് എസ് എം എയും എൻ പി എമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. When and how an agriculture advance can be classified as special mention accounts and non-performing assets. NPA concept in agriculture advance. RBIയുടെ മാസ്റ്റർ സർക്കുലർ അനുസരിച്ചുകൊണ്ട് ഐറാക് നോംസിന്റെ പ്രുഡൻഷ്യൽ നോംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് RBI ഇറക്കിയിരിക്കുന്ന മാസ്റ്റർ സർക്കുലർ അനുസരിച്ചുകൊണ്ട് പ്രുഡൻഷ്യൽ നോംസ് ഓൺ ഇൻകം റെക്കഗ്നീഷൻ, അസറ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രൊവിഷനിങ് പെർട്ടൈനിങ് ടു അഡ്വാൻസസ്, ആ പറയുന്ന സർക്കുലറിനകത്ത് വളരെ വ്യക്തമായിട്ട് ക്രോപ്പ് ലോൺസ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലോൺസ് എപ്പോഴാണ് എൻ പി ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. എൻ പി എമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഐറാക് നോംസ് വ്യക്തമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സൂചിപ്പിക്കും. ആ സർക്കുലറിനകത്ത് എങ്ങനെയാണ് ക്രോപ്പ് ലോൺസ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലോൺസ് എൻ പി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. എൻ പി എയിലോട്ട് കടക്കുന്നതിന് മുമ്പ്, അഗ്രികൾച്ചർ വായ്പയുടെ എൻ പി എയിലോട്ട് നമ്മൾ കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് ടേംസ് നമ്മൾ അതിനകത്ത് പഠിക്കാനുണ്ട്. ഒന്ന്, എന്താണ് ക്രോപ്പ് സീസൺ എന്നുള്ളതാണ്. വാട്ട് ഈസ് ക്രോപ്പ് സീസൺ? അതിന്റെ ഡെഫിനേഷൻ പറയുന്നത് ഇതുപോലെയാണ്: ദ ക്രോപ്പ് സീസൺ ഫോർ ഈച്ച് ക്രോപ്പ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ പീരീഡ് അപ് ടു ഹാർവെസ്റ്റിംഗ് ഓഫ് ദ ക്രോപ്സ് റേസ്ഡ്. ഒരു വിള നട്ട് അത് വലുതായി അതിന്റെ വിളവ് എടുക്കുന്ന കാലം വരെയുള്ള പീരീഡാണ് ഒരു ക്രോപ്പ് സീസൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പീരീഡ് അപ് ടു ഹാർവെസ്റ്റിംഗ് ഓഫ് ദ ക്രോപ്സ് റേസ്ഡ്. ദ ഡിറ്റർമിനേഷൻ, ക്രോപ്പ് സീസൺ ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈസ് മെയ്ഡ് ബൈ ദ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി ഇൻ ഈച്ച് സ്റ്റേറ്റ്. എല്ലാ സ്റ്റേറ്റിനകത്തും സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്. സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിലെ എല്ലാ ബാങ്ക്സിന്റെയും ചേർന്നുള്ള ഒരു കോർഡിനേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ബാങ്ക്സും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ചേർന്നുകൊണ്ടുള്ള ഒരു ഗ്യാതറിംഗ് ആണിത്. അതിനകത്ത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് പദ്ധതികൾ ബാങ്കുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ക്രെഡിറ്റ് ലിങ്ക്ഡ് ആയിട്ട് അത് നീഡി ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുകയും അതനുസരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ടുള്ള ഡെവലപ്മെന്റ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ് സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ ലക്ഷ്യം. അപ്പോൾ ഓരോ സ്റ്റേറ്റിനകത്തുള്ള സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയും അതാത് സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുന്ന വിളകളുടെ ക്രോപ്പ് സീസൺ ഓൾറെഡി ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ SLBC കേരള ഹാസ് ഡിറ്റർമിൻഡ് ദ ക്രോപ്പ് സീസൺ ഫോർ ഓൾ ക്രോപ്സ് ഗ്രോൺ ഇൻ ദ സ്റ്റേറ്റ്. എല്ലാ ക്രോപ്പുകളും സ്റ്റേറ്റിൽ വളരുന്നതിന് SLBC തീർച്ചയായിട്ടും അതിന്റെ ക്രോപ്പ് സീസൺ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളുണ്ട്. ക്രോപ്പ് സീസൺ നമ്മൾ ഇവിടെ നോക്കുന്നു, ഒപ്പം തന്നെ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതും നമ്മൾ അറിയുന്നു. അവരാണ് ക്രോപ്പ് സീസൺ ഡിസൈഡ് ചെയ്യുന്നത്. NPA കൺസെപ്റ്റ് ഇൻ അഗ്രികൾച്ചർ അഡ്വാൻസ്. കാറ്റഗറൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ അഡ്വാൻസ്. നോക്കൂ, നമ്മൾ അഗ്രികൾച്ചർ അഡ്വാൻസിന്റെ NPA ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അഗ്രികൾച്ചർ അഡ്വാൻസസിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നമുക്കുണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ നമ്മൾക്ക് NPA ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ കാറ്റഗറി ഓഫ് അഗ്രികൾച്ചർ ലോൺസിന് നമ്മൾ എങ്ങനെയാണ് NPA ക്ലാസിഫൈ ചെയ്യുന്നത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു വരില്ല. നമ്മൾക്കറിയാം, കാർഷികേതര വായ്പകളുടെ NPA കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ദിവസം ഓവർഡി ആയി കഴിഞ്ഞാൽ 91ാമത്തെ ദിവസം മുതൽ അത് NPA ആകുന്നു എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. ആ 90 ഡേയ്സ് നോംസ് ആണ് നമ്മൾ NPA ഉപയോഗിക്കുക. പക്ഷെ ഇവിടെ വേറെ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. കാർഷിക വായ്പ എന്ന് പറയുമ്പോഴത്തേക്കും ഹ്രസ്വകാല കാർഷിക വായ്പയുണ്ട്, മധ്യകാല കാർഷിക വായ്പയുണ്ട്, ദീർഘകാല കാർഷിക വായ്പയുണ്ട്. ഇവരുടെ ഒക്കെയും തന്നെ ഈ പറയുന്ന രീതികൾ ചെയ്യുന്ന വിളകളുടെ ഒക്കെയും തന്നെ NPA ക്ലാസിഫൈ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടാവണം. കാറ്റഗറി 1 അഗ്രികൾച്ചർ അഡ്വാൻസസ് ഉണ്ട്, കാറ്റഗറി 2 അഗ്രികൾച്ചർ അഡ്വാൻസസ് ഉണ്ട്. അഗ്രികൾച്ചർ അഡ്വാൻസസിനെ കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം എന്നായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. എന്താണ് കാറ്റഗറി 1 അഡ്വാൻസസ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. കാറ്റഗറി 1 അഡ്വാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് അഗ്രികൾച്ചർ അഡ്വാൻസസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് കാർഷിക മേഖലയിൽ കൊടുക്കുന്ന വായ്പകൾ, ഡയറക്റ്റ് അഗ്രികൾച്ചർ അഡ്വാൻസസ്. ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതല്ല. കാർഷിക മേഖലയിലെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊരു ട്രാക്ടറിന് വേറെ ഏതെങ്കിലും റെന്റ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി ഫിനാൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻഡയറക്റ്റ് ആയിട്ട് കാർഷിക മേഖലയിലേക്കാണ് ഉപയോഗിക്കുക.
അത് പിന്നെ ലാൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ലാൻഡ് ഡെവലപ്മെന്റ് ചെയ്തതുകൊണ്ട് കാർഷിക മേഖലയിലെ പുരോഗതിയാണ് ലക്ഷ്യമാക്കുന്നുണ്ടെങ്കിൽ അതൊരു ഇൻഡയറക്റ്റ് ഫിനാൻസ് ആണ്, ഡയറക്റ്റ് കാർഷിക മേഖലയിൽ കൊടുക്കുന്നില്ല. പക്ഷെ ഇവിടെ കാറ്റഗറി 1 അഡ്വാൻസസ് ഒക്കെ തന്നെ ഡയറക്റ്റ് അഗ്രികൾച്ചർ അഡ്വാൻസസ് ആയിരിക്കും. അവിടെ അവരുടെ റീപേയ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ക്രോപ്പ് പ്രൊഡക്ഷൻ. ക്രോപ്പ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് റീപേയ്മെന്റ് ഉണ്ടാവുക. ഒരു വിള നട്ടു, ആ വിള വലുതായി, ആ വിളയിൽ ക്രോപ്പ് ഡെവലപ്പ് ചെയ്തു, അത് ഹാർവെസ്റ്റ് ചെയ്തു, അത് വിളവെടുക്കുന്ന സമയത്താണ് അതിന്റെ റീപേയ്മെന്റ് ഉണ്ടാവുക. റീപേയ്മെന്റ് ഡേറ്റ് ഈസ് അലൈൻഡ് വിത്ത് ഹാർവെസ്റ്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ക്രോപ്സ്. റീപേയ്മെന്റ് ഡേറ്റ് ഹാർവെസ്റ്റും മാർക്കറ്റിംഗ് ഓഫ് ക്രോപ്സും ഉണ്ട്. ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാർക്കറ്റ് ചെയ്യുന്ന സമയം വരെ കുറച്ച് സമയം അതിനകത്ത് ഇൻകർ ചെയ്ത് ഇരിക്കും. അങ്ങനെയാകുമ്പോൾ ആ ഹാർവെസ്റ്റിംഗും മാർക്കറ്റിനുള്ള സമയം കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് റീപേയ്മെന്റ് ഡേറ്റ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുക. ഇവിടെ റീപേയ്മെന്റ് ഡേറ്റ് ഈസ് അലൈൻഡ് വിത്ത് ഹാർവെസ്റ്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ക്രോപ്സ്. കാറ്റഗറി 1 അഡ്വാൻസസിനകത്ത് എന്തൊക്കെയാണ്, പിന്നീട് സബ് ക്ലാസിഫിക്കേഷൻ എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. കാറ്റഗറി 2ലേക്ക് നമ്മൾ കടന്നിട്ടില്ല. കാറ്റഗറി 1 അഡ്വാൻസസിനകത്ത് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹ്രസ്വകാല വിളകൾ എന്ന് പറയുന്നു. ആ ഹ്രസ്വകാല വിളകൾ തന്നെ ഇറിഗേറ്റഡ് ക്രോപ്സ് ആയിട്ട് പറയുന്നു. ഇറിഗേറ്റഡ് ക്രോപ്സ്, മറ്റൊന്ന് അത് റെയിൻഫെഡ് ക്രോപ്സ്. ഇറിഗേറ്റഡ് ക്രോപ്സ് എന്നും റെയിൻഫെഡ് ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, എങ്കിലും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇറിഗേറ്റഡ് ക്രോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലസേചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃഷി നടത്തുക എന്നുള്ളതാണ്, അല്ലെ? ജലസേചനത്തിനുള്ള അല്ലെങ്കിൽ ഇറിഗേഷനുള്ള ഫെസിലിറ്റി അവിടെ അവൈലബിൾ ആണ്. റെയിൻഫെഡ് ക്രോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ചെയ്യുന്ന കൃഷിയാണ് റെയിൻഫെഡ് ക്രോപ്സ് എന്ന് പറയുക. അപ്പൊ ഇവിടെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇറിഗേറ്റഡ് ക്രോപ്സ് ആകുമ്പോഴത്തേക്കും ഒരു വർഷം മുഴുവൻ നമ്മൾക്ക് വാട്ടറിന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ വെള്ളത്തിന്റെ ലഭ്യത നമുക്കവിടെ ഉറപ്പുവരുത്താൻ സാധിക്കും. റെയിൻഫെഡ് ക്രോപ്സ് ആണെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് മാത്രമാണ് വെള്ളം അവിടെ ലഭിക്കുക. അതായത് ഒരു വർഷത്തിൽ ചുരുങ്ങിയത് പരമാവധി ഒരു 6 മാസമാണ് നമ്മൾക്ക് മഴ ലഭിക്കുക. ആ ഒരു മഴയെ ആശ്രയിച്ച് ചെയ്യുന്ന കൃഷിയാണ് റെയിൻഫെഡ് ക്രോപ്സ് എന്ന് പറയുക. നോക്കൂ, ഈ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തമ്പ് റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറിഗേറ്റഡ് വിളകൾ കൃഷി ചെയ്യുമ്പോൾ, ജലസേചനം ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോഴത്തേക്കും ഒരു കൊല്ലത്തിൽ ഹ്രസ്വകാല വിളകൾ ഒന്നിൽ കൂടുതൽ തവണ ക്രോപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും, കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. നോക്കൂ, ഇറിഗേറ്റഡ് ക്രോപ്സ് മോർ ദാൻ 1 ക്രോപ്പ് ഇൻ എ ഇയർ നമുക്ക് കിട്ടും. മോർ ദാൻ 1 ക്രോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് 2 വിളകൾ വരെ നമ്മൾക്ക് അവിടെ കൃഷി ചെയ്യാം. റെയിൻഫെഡ് ക്രോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാലോ, മഴയെ ആശ്രയിച്ച് ചെയ്യുന്ന കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രോപ്പ് മാത്രമേ ഒരു വർഷം കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓൺലി 1 ക്രോപ്പ് ഇൻ എ ഇയർ. കാരണം എന്താണ്? 6 മാസം മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വിളവെടുത്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള ഡ്രൈ മാസം ആ സ്ഥലം ഫാലോ ആയിട്ട് അല്ലെങ്കിൽ തരിശായിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. സോ അവിടെ ഒരു ക്രോപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള 2 ക്ലാസിഫിക്കേഷൻ വരുന്നത് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സിനാണ്. ഹ്രസ്വകാല വിളകൾക്കാണ് ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, കാറ്റഗറി 1 അഡ്വാൻസിനകത്ത് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സിനകത്ത് 2 ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. നോക്കൂ, അടുത്ത ക്ലാസിഫിക്കേഷൻ കാറ്റഗറി 1 അഡ്വാൻസിൽ തന്നെ ലോങ് ഡ്യൂറേഷൻ ക്രോപ്സ്. ഇവിടെ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ലോങ് ഡ്യൂറേഷൻ ക്രോപ്സ് എന്ന് ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് വരുന്ന വിളകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തെങ്ങ്, കവുങ്ങ്, റബ്ബർ, അതുപോലെ ദീർഘകാലം കാലാവധിയുള്ള എത്രയോ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന വർഷം തോറും എത്രയോ വർഷങ്ങളോളം നമുക്ക് വിളവ് തരുന്ന ക്രോപ്സിനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന ലോങ് ഡ്യൂറേഷൻ ക്രോപ്സ് അതല്ല. ഒരു വർഷത്തിന് മുകളിൽ തന്നെയാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത്. പക്ഷേ 2 വർഷത്തെ താഴെയാണ് അധികവും അതിനകത്ത് വരിക. ക്രോപ്പ് സീസൺ വിൽ ബി മോർ ദാൻ 1 ഇയർ. നോർമലി അത് വരുന്നത് 18 മാസത്തോളമുള്ളതാണ്. അങ്ങനെയുള്ള വിളകളെയാണ് ഇവിടെ ഫോർ ദ സേക്ക് ഓഫ് NPA ക്ലാസിഫിക്കേഷൻ, NPA കാറ്റഗറൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടി, അസറ്റ് ക്ലാസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ലോങ് ഡ്യൂറേഷൻ ക്രോപ്സ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് 18 മാസം വിളവിന്റെ കാലാവധിയുള്ള പിന്നെ വിളകളാണ്. അങ്ങനെ വരുന്നതിന്റെ എക്സാമ്പിൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം റെഡ് ബനാന, ഷുഗർ കെയിൻ എന്ന് പറയുന്ന വിളകളൊക്കെ തന്നെ. കരിമ്പ് കേരളത്തിൽ അധികം കൃഷി ചെയ്യുന്നില്ല. റെഡ് ബനാന, പിന്നെ ചെങ്കദലി എന്ന് പറയുന്നത്, ഈ പറയുന്ന വിളകൾക്ക് പിന്നെ അതിന്റെ ഹാർവെസ്റ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന് മുകളിലാണ്. 1.5 വർഷം അല്ലെങ്കിൽ 18 മാസമാണ് അതിന്റെ വിളവെടുപ്പ് കാലാവധി എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്. കാറ്റഗറി 1 അഡ്വാൻസസിനകത്ത് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സിൽ 2 വിളകളുണ്ട്. 2 ടൈപ്പാണ്, ഇറിഗേറ്റഡ് ക്രോപ്സും റെയിൻഫെഡ് ക്രോപ്സും. ഇറിഗേറ്റഡ് ക്രോപ്സിന് മോർ ദാൻ 1 ക്രോപ്പ് ഇൻ ഇയർ എടുക്കാം. റെയിൻഫെഡ് ക്രോപ്സിന് ഓൺലി 1 ക്രോപ്പ് ഇൻ ഇയർ എടുക്കാം. ലോങ് ഡ്യൂറേഷൻ ക്രോപ്സ് ആണെങ്കിൽ 18 മാസമാണ് അതിന്റെ കാലാവധി. നോക്കൂ, കേരളത്തിൽ SLBC കൺസിഡർ ചെയ്യുന്നത് എല്ലാ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സും റെയിൻഫെഡ് ക്രോപ്പ് ആയിട്ടാണ്.
പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ SLBC ക്ലാസിഫിക്കേഷൻ അനുസരിച്ചുകൊണ്ട് നിലവിൽ ഇത് മാറിയെന്നിരിക്കാം ചിലപ്പോൾ. നിലവിൽ റെയിൻഫെഡ് ക്രോപ്സ് ആയിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ജലസേചന സൗകര്യം ഇല്ലാതെ കൃഷി ചെയ്യുന്ന വിളകളാണ് പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷം ഒരു വിള എന്നുള്ള രീതിയിലാണ് എടുക്കുക. ഒരു വർഷം ഒരു വിള എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ക്രോപ്പ് ഡ്യൂറേഷൻ അല്ലെങ്കിൽ ക്രോപ്പ് സീസൺ എന്ന് പറയുന്നത് 1 ക്രോപ്പ് സീസൺ എന്ന് പറയുന്നത് 12 മാസമായി മാറും. ഇറിഗേറ്റഡ് ക്രോപ്സ് ആണെന്നുണ്ടെങ്കിൽ 1 ക്രോപ്പ് സീസൺ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഒന്നിൽ കൂടുതൽ വിളവെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന 2 വിളകളാണ്. അപ്പോൾ അവിടെ ഒരു ക്രോപ്പ് സീസൺ എന്ന് പറയുന്നത് 6 മാസമായി മാറും. ഞാൻ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇറിഗേറ്റഡ് ക്രോപ്സിനകത്ത് ഒരു ക്രോപ്പ് സീസൺ എന്ന് പറയുന്നത് 6 മാസവും റെയിൻഫെഡ് ക്രോപ്സിനകത്ത് ഒരു ക്രോപ്പ് സീസൺ എന്ന് പറയുന്നത് 12 മാസവുമാണ്. ലോങ് ഡ്യൂറേഷൻ ക്രോപ്സിനകത്ത് ഒരു ക്രോപ്പ് സീസൺ എന്ന് പറയുന്നത് 18 മാസവുമാണ്. ഇതെല്ലാം വരുന്നത് കാറ്റഗറി 1 അഡ്വാൻസസിനാണ്. കാറ്റഗറി 1 അഡ്വാൻസസിന്റെ പ്രത്യേകതകൾ നമ്മൾ മുമ്പ് സംസാരിച്ചതാണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാറ്റഗറി 2 അഡ്വാൻസസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിന്റെ പ്രത്യേകതകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഡയറക്റ്റ് അഗ്രികൾച്ചർ ആവാം, ഫിനാൻസിങ് ആവാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് അഗ്രികൾച്ചർ അഡ്വാൻസസ് ആകാം. രണ്ടും അതിനകത്ത് വരും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ കാറ്റഗറി 2 അഡ്വാൻസസിനകത്തേക്കാണ് വരിക. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റീപേയ്മെന്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ക്രോപ്പ് പ്രൊഡക്ഷൻ. ക്രോപ്പ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല റീപേയ്മെന്റ് അവിടെ വരുന്നത്. ക്രോപ്പ് പ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രോപ്പ് എടുത്ത് വിളവെടുത്ത് എന്നിട്ട് മാത്രം അത് അടയ്ക്കുക എന്നുള്ള രീതിയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. മറിച്ച് റീപേയ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ ദ റവന്യൂ ജനറേറ്റഡ് ഔട്ട് ഓഫ് ദി ആക്ടിവിറ്റി പെർസ്യൂഡ് എന്നാണ്. റവന്യൂ ജനറേറ്റഡ്, എന്താണോ ഒരു ആക്ടിവിറ്റി എടുക്കുന്നത്, അഗ്രികൾച്ചർ ഒരു ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്ത് നിന്ന് പോകുന്ന ഒരു ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ തിരിച്ചടവ് നടക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്തിട്ടല്ല. നോക്കൂ, അവിടെ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഡയറി, പോൾട്രി, പിഗറി, ഡക്കറി എന്നൊക്കെ പറയുന്ന പോലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അഗ്രികൾച്ചർ അലൈഡ് ആക്ടിവിറ്റീസിൽ നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത KCCയുടെ വീഡിയോക്കകത്ത് എന്താണ് അലൈഡ് ആക്ടിവിറ്റീസ് എന്ന് വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെ അലൈഡ് ആക്ടിവിറ്റീസിന് കൊടുക്കുന്ന വായ്പകൾ കാറ്റഗറി 2 അഡ്വാൻസസിനകത്താണ് വരുന്നത്. അവിടെ ക്രോപ്പ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല റീപേയ്മെന്റ് വരുന്നത്, മറിച്ച് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ഏത് ആക്ടിവിറ്റി ആണോ പെർസ്യൂ ചെയ്യുന്നത്. ഇപ്പൊ ഡയറി ആണെന്നുണ്ടെങ്കിൽ പാല് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ് നമ്മൾക്ക് അതിന്റെ EMI ക്ലിയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞത്. റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടാണ് അതിന്റെ റീപേയ്മെന്റ് നടക്കുക. ഇതാണ് കാറ്റഗറി 1 അഡ്വാൻസസും കാറ്റഗറി 2 അഡ്വാൻസസും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ. കാറ്റഗറി 1 അഡ്വാൻസസ് വീണ്ടും നമ്മൾ ക്ലാസ് ചെയ്യുന്നുണ്ട് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സും ലോങ് ഡ്യൂറേഷൻ ക്രോപ്സും. ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സിനകത്ത് ഇറിഗേറ്റഡ് ക്രോപ്സും റെയിൻഫെഡ് ക്രോപ്സും. ഇറിഗേറ്റഡ് ക്രോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ 2 തവണ വിളവെടുക്കാം. റെയിൻഫെഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ 1 തവണ മാത്രമേ വിളവെടുക്കാൻ പറ്റൂ. ആ പറയുന്ന കാര്യങ്ങൾ, വ്യത്യാസങ്ങൾ മനസ്സിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. NPA ക്ലാസിഫിക്കേഷൻ ഫോർ ക്രോപ്പ് ലോൺസ്. ക്രോപ്പ് ലോൺസിന്റെ NPA ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് പറയുന്നത്. ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് നമ്മൾ നേരത്തെ സംസാരിച്ചത് പോലെയാണ്. നോക്കൂ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാതലായിട്ടുള്ള ഭാഗം. ഇൻസ്റ്റാൾമെന്റ് ഓഫ് പ്രിൻസിപ്പൽ ഓർ ഇൻട്രസ്റ്റ് റിമെയിൻസ് ഓവർ ഡ്യൂ ഫോർ 2 ക്രോപ്പ് സീസൺസ്. 2 ക്രോപ്പ് സീസൺസിനകത്ത് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് ആണ്. ഇൻസ്റ്റാൾമെന്റ് ഓഫ് പ്രിൻസിപ്പൽ ഓർ ഇൻട്രസ്റ്റ്, അതെല്ലാ കൺസെപ്റ്റ് അങ്ങനെയാണ്. പ്രിൻസിപ്പളോ പലിശയോ ഇൻട്രസ്റ്റോ റിമെയിൻസ് ഓവർ ഡ്യൂ ഫോർ 2 ക്രോപ്പ് സീസൺ. 2 ക്രോപ്പ് സീസണിനകത്ത് അത് പെൻഡിങ് ആയി നിൽക്കുകയാണെങ്കിൽ, ഓവർ ഡ്യൂ ആയി നിൽക്കുകയാണെങ്കിൽ മാത്രമേ അത് NPA ആയിട്ട് മാറുന്നുള്ളൂ. അത് NPAയുടെ അഗ്രികൾച്ചർ ലോൺസിന്റെ തമ്പ് റൂളാണ്. 12 മന്ത്സ് എന്ന് എന്തിനാണ് വരുന്നത്? റെയിൻഫെഡ് ക്രോപ്പ് ആണെന്നുണ്ടെങ്കിൽ 12 മാസമാണ് ഒരു ക്രോപ്പ് സീസൺ എന്ന് പറയുന്നത്. ഇറിഗേറ്റഡ് ക്രോപ്പ് ആണെങ്കിൽ 6 മാസമാണ് ഒരു ക്രോപ്പ് സീസൺ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് കൃത്യമായി മനസ്സിലാവുന്നുണ്ടല്ലോ? നേരത്തെ സൂചിപ്പിച്ചു, റെയിൻഫെഡ് ക്രോപ്പ് ആണെന്നുണ്ടെങ്കിൽ 12 മാസമാണ് ഒരു ക്രോപ്പ് പീരീഡ്. ഇറിഗേറ്റഡ് ക്രോപ്പ് ആണെന്നുണ്ടെങ്കിൽ 6 മാസമാണ് ഒരു ക്രോപ്പ് പീരീഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞു 2 ക്രോപ്പ് സീസൺ പെൻഡിങ് നിൽക്കണം എന്ന് പറയുമ്പോഴത്തേക്കും റെയിൻഫെഡ് ക്രോപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് കുടിശ്ശികയായിട്ട് 2 ക്രോപ്പ് സീസൺ എന്ന് പറയുമ്പോൾ 12 × 2 24 മാസമാണ്. അതായത് ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സിനകത്ത് വായ്പ കൊടുത്തു കഴിഞ്ഞ് അത് കുടിശ്ശികയായിട്ട് 2 ക്രോപ്പ് സീസൺ എന്ന് പറയുന്നത് അവിടെ 12 × 2 24 മാസമാണ്. അത് കഴിഞ്ഞാൽ അത് NPA ആവുള്ളൂ. അതേസമയം അത് ഇറിഗേറ്റഡ് ക്രോപ്പ് ആയിരുന്നുണ്ടെങ്കിലോ 2 ക്രോപ്പ് സീസൺ എന്ന് പറയുമ്പോൾ 6 × 2 12 മാസം. അത് കൊടുത്തതിന് ശേഷം 1 വർഷം കഴിയുമ്പോൾ അത് NPA ആയേനെ. ശ്രദ്ധിക്കേണ്ട കാര്യം, കേരളത്തിൽ ഇപ്പോൾ ഈ 6 മാസം എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ എടുക്കുന്നില്ല.
12 മാസമാണ് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സിന്റെ കാലാവധി നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ക്രോപ്പ് അലവൻസിനകത്ത് കാറ്റഗറി 1 ലോങ് ഡ്യൂറേഷൻ ക്രോപ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചു 18 മാസം തിരിച്ചടവ് കാലാവധിയുള്ള. അതിൻ്റെ എങ്ങനെയാണ് NPA വരുന്നത്? ഇൻസ്റ്റാൾമെന്റ് ഓഫ് പ്രിൻസിപ്പൽ ഓർ ഇൻട്രസ്റ്റ് റിമെയിൻസ് ഓവർ ഡ്യൂ ഫോർ 1 ക്രോപ്പ് സീസൺ. ഒറ്റ ക്രോപ്പ് സീസൺ മാത്രമേ അത് ഓവർ ഡ്യൂ ഉണ്ടാവാൻ പാടുള്ളൂ. എപ്പോഴാണ് ഇത് ഓവർ ഡ്യൂ ആയതിനു ശേഷം ഒരു ക്രോപ്പ് സീസൺ, അവരുടെ ഒരു ക്രോപ്പ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 18 മാസം, അതായത് 1.5 വർഷം. അത് ഓവർ ഡ്യൂ ആയതിനു ശേഷം 1 ക്രോപ്പ് സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലോങ് ഡ്യൂറേഷൻ ക്രോപ്സിന് NPA ആണെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യും. ഇതാണ് ഇതിന്റെ കാതലായിട്ടുള്ള ഭാഗം. ഞാനിത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് നമ്മൾ ക്ലാസിഫിക്കേഷൻ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല എങ്കിൽ നമ്മൾ ഒരു ക്രോപ്പ് സീസൺ 12 മാസമാണോ 6 മാസമാണോ 18 മാസമാണോ എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവും. അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ NPA ക്ലാസിഫിക്കേഷൻ നമ്മളവിടെ പറഞ്ഞത്. ഇനി നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ് ഇവിടെ ഈ സ്ലൈഡിനകത്ത്. ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് അണ്ടർ ഇറിഗേറ്റഡ് കണ്ടീഷൻ. ഇറിഗേറ്റഡ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, മോർ ദാൻ 1 ക്രോപ്പ് ഇൻ എ ഇയർ. ഇത് നമ്മൾ ഇവിടെ അനുവർത്തിക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നെ NPAയും SMA-യും എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. NPA നമുക്കറിയാം, ഓവർ ഡ്യൂ ഫോർ മോർ ദാൻ 12 months. 2 ക്രോപ്പ് സീസൺ, ഒരു ക്രോപ്പ് സീസൺ എന്ന് പറഞ്ഞാൽ 6 മാസമാണ്. 12 മാസത്തിൽ കൂടുതൽ അത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, 2 ക്രോപ്പ് സീസണിൽ കൂടുതൽ അത് ഓവർ ഡ്യൂ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് NPA ആയി മാറുന്നു. അപ്പോൾ അതിന്റെ SMA കൺസെപ്റ്റ് എങ്ങനെയാണ്? SMA 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഡ്യൂ അപ് ടു 3 months. ഓവർ ഡ്യൂ അതിന് ശേഷം 3 മാസം വരെയാണെങ്കിൽ SMA 0. SMA 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഡ്യൂ മോർ ദാൻ 3 months ആൻഡ് അപ് ടു 9 months. 3 മാസത്തിൽ കൂടുതലാണ് 9 മാസം വരെ. SMA 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഡ്യൂ മോർ ദാൻ 9 months ആൻഡ് അപ് ടു 12 months. നോക്കൂ, 12 മാസത്തിൽ എബോ ആയി കഴിഞ്ഞാൽ അത് NPA ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. SMA ക്ലാസിഫിക്കേഷൻ നോക്കൂ, 3 മാസം വരെ SMA 0, 9 മാസം വരെ, 3 മാസം മുതൽ 9 മാസം വരെ SMA 1, 9 മാസം മുതൽ 12 മാസം വരെ ഇത് SMA 2. നോക്കൂ, ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് ഇറിഗേറ്റഡ് കണ്ടീഷനാണ് ഈ പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് അണ്ടർ റെയിൻഫെഡ് കണ്ടീഷൻ, ഓൺലി 1 ക്രോപ്പ് ഇൻ എ ഇയർ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിന്റെ NPA നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, ഓവർ ഡ്യൂ ഫോർ മോർ ദാൻ 24 months, അല്ലെ? 2 ക്രോപ്പ് സീസൺ, ഇവിടെ ഒരു ക്രോപ്പ് സീസൺ എന്ന് പറഞ്ഞാൽ 12 മാസമാണ്. 2 ക്രോപ്പ് സീസൺ കഴിയാന്നുള്ള തമ്പ് റൂളാണ്. അത് 24 months ആണ് ഇവിടെ വരിക. SMA 0 എങ്ങനെയാണ്? ഓവർ ഡ്യൂ അപ് ടു 12 months. ആദ്യത്തെ ഒരു വർഷം ഓവർ ഡേ കിടക്കുന്ന മുഴുവൻ SMA 0യിലാണ് വരിക. SMA 1 എന്ന് പറയുന്നത് ഓവർ ഡ്യൂ മോർ ദാൻ 12 months ആൻഡ് അപ് ടു 21 months. 12 മാസം മുതൽ 21ാമത്തെ മാസം വരെ അത് SMA 1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. SMA 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഡ്യൂ മോർ ദാൻ 21 months ആൻഡ് അപ് ടു 24 months. 24 മാസത്തിന് മുകളിലാകുമ്പോഴത്തേക്കും അത് NPA ആയിട്ട് മാറുന്നു. SMA 0, 1, 2 എന്ന് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. നോക്കൂ, ഓവർ ഡ്യൂ പീരീഡ് ഈ രീതിയിലാണ് NPA ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് അണ്ടർ റെയിൻഫെഡ് കണ്ടീഷൻസിനകത്ത് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ലൈഡിനകത്ത് നമ്മൾ ലോങ് ഡ്യൂറേഷൻ ക്രോപ്സിന്റെ NPA എങ്ങനെയാണ് വരുന്നത്, NPAയും SMA എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. NPA നമ്മൾക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചു, ഓവർ ഡ്യൂ ഫോർ മോർ ദാൻ 18 months. അവിടെ ഒരു ക്രോപ്പ് സീസൺ ആണ്. ലോങ് ഡ്യൂറേഷൻ ക്രോപ്സിന് കുടിശ്ശികയായതിനു ശേഷം ഒരു ക്രോപ്പ് സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് NPA ആയി. അപ്പോൾ 18 മാസം കഴിഞ്ഞാൽ അത് NPA ആയിട്ട് എന്നാണ് അർത്ഥം. SMA 0 അപ് ടു 3 months, 3 മാസം വരെ അത് SMA 0 ആണ്. 3 മാസത്തിന് മുകളിൽ 15 മാസം വരെ അത് SMA 1 ആണ്. 15 മാസം മുതൽ 18 മാസം വരെ അത് SMA 2 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ലോങ് ഡ്യൂറേഷൻ ക്രോപ്സ് ഇവിടെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് ആലോചിക്കുക. റെഡ് ബനാന, ഷുഗർ കെയിൻ ഒക്കെയാണ്. കേരളത്തിൽ സ്വാഭാവികമായിട്ടും അത് കൃഷി ചെയ്യുന്നത് കുറവാണ്. ചില ജില്ലകളിൽ മാത്രമായിട്ട് അത് റെസ്ട്രിക്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഇനി നോക്കൂ, ഇനി ഒരു കൺസെപ്റ്റ് വരുന്നത് പെരനിയൽ അല്ലെങ്കിൽ പ്ലാന്റേഷൻ ക്രോപ്സ്. ഇവിടെ ഇങ്ങനൊരു കൺസെപ്റ്റും കൂടി ഉണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് പറയുമ്പോൾ അവിടെ ഒരു ലോങ് ഡ്യൂറേഷൻ ക്രോപ്സിന്റെ കൺസെപ്റ്റ് കൂടെ പറഞ്ഞിരുന്നു. അവിടെ ഞാൻ പറഞ്ഞു, ദീർഘകാല വിളകൾ ഒന്നും തന്നെ അതിനകത്ത് വരുന്നില്ല എന്നിരിക്കലും ഒരു വർഷത്തിൽ കൂടുതൽ വിളവെടുപ്പ് കാലാവധിയുള്ള വിളകൾ തന്നെയാണ് കരിമ്പും റെഡ് ബനാനയൊക്കെ പറഞ്ഞതുപോലെ. നെക്സ്റ്റ് ഒരു കാറ്റഗറി ഉണ്ടല്ലോ, അത് മാത്രം പോരല്ലോ, പെരനിയൽ അല്ലെങ്കിൽ പ്ലാന്റേഷൻ ക്രോപ്സ്. പെരനിയൽ ആയിട്ട് എന്ന് വെച്ചാൽ കാലങ്ങളോളം നിലനിൽക്കുന്ന വിളകൾ, നേരത്തെ സൂചിപ്പിച്ച പോലെ തെങ്ങ്, കവുങ്ങ്, റബ്ബർ, കാടമം, ഏലം, ഇതൊക്കെ തന്നെ അതിനകത്ത് വരുന്നതാണ്. പ്ലാന്റേഷൻ ക്രോപ്സ് എന്ന് പറയും. പ്ലാന്റേഷൻ ക്രോപ്സ് എന്ന് വെച്ചാൽ പ്ലാന്റേഷൻ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് പറയാം. ഇത് ഗിവ്സ് ഈൽഡ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഗിവ്സ് ഈൽഡ് ത്രൂ ഔട്ട് ദ ഇയർ.
ഒരു വർഷം മുഴുവൻ അത് ഈൽഡ് തന്നുകൊണ്ടേയിരിക്കും. അല്ലേ? നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. സീസൺ അതിനകത്തുണ്ടാവും, എങ്കിലും അത് ഫ്ലവർ ചെയ്ത് അത് മെച്യൂറായി വീണ്ടും ഈൽഡ് തരുന്നു, വീണ്ടും പോകുന്നു, വീണ്ടും ഓരോ വർഷം റിപ്പീറ്റ് ചെയ്തതിന്റെ ഈൽഡ് നമുക്ക് എന്റെ എക്കണോമിക് ലൈഫ് പീരീഡിൽ നമുക്ക് ഈൽഡ് തന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വരുന്നവരുടെ എങ്ങനെയാണ് നമ്മൾ, ഏത് രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന NPA ക്ലാസിഫിക്കേഷൻ നമ്മൾ കൊണ്ടുപോവുക? ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നോർമലി ഇവർക്ക് കൊടുക്കുന്ന ഈ നേരത്തെ KCCയിൽ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്കെയിൽ ഓഫ് ഫിനാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ പെരണിയൽ ആയിട്ടുള്ള വിളകൾക്ക് ഒരു വർഷത്തേക്ക് വേണ്ടി വരുന്ന പ്രവർത്തന ചെലവുകളൊക്കെയും തന്നെ നമ്മൾ ക്യാഷ് ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കും. അത് ഒരു വർഷത്തേക്കാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. KCC മോഡിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. മുൻ വീഡിയോകൾ ശ്രദ്ധിക്കുക. ക്രോപ്പ് ലോൺ ഫോർ പെരണിയൽ ക്രോപ്സ് എങ്ങനെയാണ് നൽകുക? കൾട്ടിവേഷൻ ഓർ മെയിൻ്റനൻസ് എക്സ്പെൻസ് ഫോർ 1 ഫുൾ ഇയർ. ഒരു ഫുൾ ഇയറിലേക്കാണ് നമ്മൾ കൊടുക്കുക, അല്ലേ? ഫുൾ ഇയറിലാണ് നമ്മൾ കൊടുക്കുക. നമ്മൾ നേരത്തെ മറ്റ് വീഡിയോകളിൽ പറഞ്ഞിരുന്നതാണ്. റീപേയ്മെന്റ് ഈസ് മെറ്റ് ഔട്ട് ഓഫ് 1 ഇയർ ക്രോപ്പ് പ്രൊഡക്ഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ക്രോപ്പ് പ്രൊഡക്ഷനിൽ തന്നെയാണ് റീപേയ്മെന്റ് വരുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച എവിടെയാണ്? ഷോർട്ട് ടേം അഗ്രികൾച്ചർ ക്രോപ്സിലാണ് റീപേയ്മെന്റ് ക്രോപ്പ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത്, അല്ലേ? മറ്റ് കാറ്റഗറി 2 അഡ്വാൻസസിനകത്ത് എങ്ങനെയാണ് റീപേയ്മെന്റ് വരുന്നത്? അത് ഈ റവന്യൂ ജനറേറ്റഡ് ഔട്ട് ഓഫ് ദ ആക്ടിവിറ്റി, അല്ലേ? ഏത് ആക്ടിവിറ്റിയാണോ ചെയ്യുന്നത്? ഇപ്പോൾ പശുവിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ പാല് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ് അതിനകത്ത് തിരിച്ചടവ് വരുന്നത്. ഇവിടെയും നോക്കൂ, റീപേയ്മെന്റ് ഈസ് മെറ്റ് ഔട്ട് ഓഫ് 1 ഇയർ ക്രോപ്പ് പ്രൊഡക്ഷൻ. ഒരു വർഷത്തെ അതിന്റെ ക്രോപ്പ് പ്രൊഡക്ഷൻ എന്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിന്റെ റീപേയ്മെന്റ് വരുന്നത്, ക്രോപ്പ് ലോൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്തു? ഹെൻസ് ദി SLBC ഹാസ് ട്രീറ്റഡ് ദ പെരണിയൽ ക്രോപ്സ് ആസ് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ്. ശ്രദ്ധിക്കുക, ഇത് ലിമിറ്റഡ് പർപ്പസ് ഓഫ് അസറ്റ് ക്ലാസിഫിക്കേഷന് മാത്രമാണ് ഇത് വരുന്നത്. ഇവിടെ പെരണിയൽ ക്രോപ്സ് എങ്ങനെയാണ് ഷോർട്ട് ടേം ക്രോപ്സ് ആയി വരുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ ആർക്കും വേണ്ട. 1 ഇയറിലേക്കുള്ള അതിന്റെ ആവർത്തന ചെലവുകൾക്ക് വേണ്ടി കൊടുക്കുന്ന വായ്പകൾ ഒരു വർഷത്തേക്ക് അതിന്റെ ക്രോപ്പ് പ്രൊഡക്ഷൻ കണക്കാക്കിക്കൊണ്ട് ആ സമയത്ത് തന്നെ തിരിച്ചടവ് വരുന്നു എന്നുള്ളത് കൊണ്ട് അത് ഷോർട്ട് ടേം വായ്പകളുടെ പെക്യുലാരിറ്റിയിൽ വരുന്നതാണ്, അതിന്റെ ക്യാരക്ടറിൽ വരുന്നതായതുകൊണ്ട് SLBC ഹാസ് ട്രീറ്റഡ് ദ പെരണിയൽ ക്രോപ്സ് ആസ് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ്, ലിമിറ്റഡ് പർപ്പസ് ഓഫ് അസറ്റ് ക്ലാസിഫിക്കേഷൻ. അതിനുവേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ തിരിച്ചടവ്, പെരണിയൽ ക്രോപ്സിന്റെ തിരിച്ചടവ് എങ്ങനെയാണ് വരിക? ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സിന്റെ അതേ തിരിച്ചടവും അതേ SMA ക്ലാസിഫിക്കേഷനുമാണ് വരിക. ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് നമ്മളിവിടെ കേരളത്തിൽ എടുക്കുന്നത് റെയിൻഫെഡ് ക്രോപ്സിനകത്താണ് വരുന്നത്. അവിടെ ഒരു ക്രോപ്പ് സീസൺ എന്ന് പറയുന്നത് 12 മാസമാണ്. 2 ക്രോപ്പ് സീസൺ ആണ് ഒരു ക്രോപ്പ് ലോൺ NPA ആവുന്നത്. 2 ക്രോപ്പ് സീസൺ എന്ന് പറയുമ്പോൾ 24 മാസം. അപ്പോൾ ഇവിടെയും അതേ കൺസെപ്റ്റ് തന്നെയാണ് പെരണിയൽ ക്രോപ്സിനകത്ത് വരിക. അതുകൊണ്ടാണ് നിങ്ങൾ സ്കെയിൽ ഓഫ് ഫിനാൻസിന്റെ ചാർട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പിന്നെ നെല്ല്, പച്ചക്കറി, വാഴ എന്ന് പറയുന്ന ഹ്രസ്വകാല വിളകളോടൊപ്പം തന്നെ ഈ പറയുന്ന തെങ്ങ്, കവുങ്ങ്, റബ്ബർ ഒക്കെ തന്നെ കാണുന്നത്. അപ്പൊ നമ്മൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം ഇത് കാണുമ്പോൾ, ഇത് എന്തുകൊണ്ടാണ് ഇതിനും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളത്. അതിനകത്തൊരു കൺഫ്യൂഷനും വേണ്ട, അതിന്റെ പ്രവർത്തന ചെലവുകളാണ് നൽകുന്നത് എന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് മുൻപത്തെ വീഡിയോയിൽ. കാറ്റഗറി 2 അഗ്രികൾച്ചർ അഡ്വാൻസസിനകത്ത് എന്താ സംഭവിക്കുക? നമ്മൾ ഇതുവരെയും പറഞ്ഞത് കാറ്റഗറി 1 അഡ്വാൻസസും അതിനുശേഷം പെരണിയൽ ക്രോപ്സിനെ കുറിച്ചായിരുന്നു. ഇവിടെ നോക്കൂ, കാറ്റഗറി 2 അഗ്രികൾച്ചർ അഡ്വാൻസസിനകത്ത് എന്താണ് സംഭവിക്കുക? കാറ്റഗറി 2 അഡ്വാൻസസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഇൻഡയറക്റ്റ് അഡ്വാൻസ് ആവാം, ഡയറക്റ്റ് ആവാം എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർക്കുക. ഇവിടെ NPA, ഇവിടെ വരുന്ന കാറ്റഗറി 2 അഗ്രികൾച്ചർ അഡ്വാൻസസിന്റെ NPA ടിപ്പിക്കലി നോൺ അഗ്രികൾച്ചർ ലോണിന്റെ NPA പോലെ തന്നെയാണ്. 90 ഡേയ്സ് കൺസെപ്റ്റ് ആണ്. NPA overdue for more than 90 days. 91st day onwards അത് NPA ആണ്, overdue ആണെന്നുണ്ടെങ്കിൽ. അത് പ്രിൻസിപ്പലോ ഇൻട്രസ്റ്റോ ഏതെങ്കിലും ഒന്ന് അത് 91ാമത്തെ ദിവസം ഓവർഡ്യൂ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ 90 ദിവസം ഓവർഡ്യൂ ആയി കഴിഞ്ഞാൽ 91ാമത്തെ ദിവസം മുതൽ അത് NPA ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. SMA കൺസെപ്റ്റ് അതുപോലെയാണ്. ആദ്യത്തെ 30 ദിവസം SMA 0, SMA 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31ാമത്തെ ദിവസം മുതൽ 60ാമത്തെ ദിവസം വരെ, SMA 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 61ാമത്തെ ദിവസം മുതൽ 90ാമത്തെ ദിവസം വരെ ഓവർഡ്യൂ ആയതിന് ശേഷം 91ാമത്തെ ദിവസം മുതൽ അത് NPA ആയിട്ട് മാറുന്നു. അപ്പോൾ എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? കാറ്റഗറി 2 അഗ്രികൾച്ചർ അഡ്വാൻസിനകത്ത് അഗ്രികൾച്ചർ ആൻസിലറി ആക്ടിവിറ്റീസ് ആണ് അതിനകത്ത് പിന്നെ പ്രധാനമായിട്ടും വരുന്നത്. അതിനകത്ത് വരുന്ന ആക്ടിവിറ്റി, അലൈഡ് ആക്ടിവിറ്റീസ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. അലൈഡ് ആക്ടിവിറ്റീസിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? പിന്നെ ആട്, കോഴി, താറാവ്, പശു ഇതുപോലുള്ള പിന്നെ മൃഗപരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അപ്പൊ അവിടെ കൊടുക്കുന്ന വായ്പകൾ, അത് വാങ്ങിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന വായ്പകളൊക്കെയും തന്നെ കൃത്യമായിട്ടും ഈ പറയുന്ന കൺസെപ്റ്റിനകത്താണ് പോവുക. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. പെരണിയൽ ക്രോപ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു.
തെങ്ങ്, കവുങ്ങ്, റബ്ബർ എന്ന് പറഞ്ഞ ക്രോപ്സിനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ പ്രവർത്തന ചെലവുകൾ കൊടുക്കുന്ന ലോണുകൾ എങ്ങനെയാണ് NPA ക്ലാസിഫൈ ചെയ്യുന്നത് പറഞ്ഞു. പക്ഷേ ഒരു തെങ്ങ് തൈയായിരുന്ന സമയത്ത് നമ്മൾ നടുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന വായ്പ, അത് ലോങ് ടേം അഗ്രികൾച്ചർ ലോണാണ്. കാരണം അത് 4-ാമത്തെയോ 5-ാമത്തെയോ വർഷമാകുമ്പോഴേ അത് കായ്ക്കാൻ തുടങ്ങുള്ളൂ. അതുവരെ അതിന് മൊറട്ടോറിയം പീരീഡ് ഉണ്ട്. ഇൻട്രസ്റ്റ് മാത്രം അടച്ചാൽ മതി. 5-ാമത്തെയോ 6-ാമത്തെ വർഷം മുതൽ തിരിച്ചടവ് തുടങ്ങും. 13 വർഷം വരെ കാലാവധി ഉണ്ട് വായ്പ തിരിച്ചടക്കുന്നതിന്. അതിനുശേഷം മാസം തോറും പിന്നെ EMI ആയിട്ട് തിരിച്ചടയ്ക്കാം. അങ്ങനെ അടക്കുന്ന വായ്പകളും ഈ പറയുന്നത് പോലെ ലോങ് ടേം ലോണായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യും. ഈ പറയുന്ന കാറ്റഗറിയാണ് അതിനകത്ത് പിന്നെ NPA ക്ലാസിഫിക്കേഷൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയുമാണ് NPAയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കാർഷിക വായ്പകൾ NPA ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദയവേത് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു.